ദേഷ്യത്തെ അതിജീവിക്കാൻ നാം എല്ലാം വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? പക്ഷേ അത് എങ്ങനെ പറ്റും എന്നതാണ് എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം. ഏതൊരു കാര്യവും നമ്മുടെ നിയന്ത്രണത്തിലാക്കണമെങ്കിൽ ആദ്യം അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന കാരണം കണ്ടുപിടിക്കണം. അതിനുശേഷം ആ കാരണത്തെയാണ് നമ്മൾ ഇല്ലായ്മ ചെയ്യേണ്ടത്. അപ്പോൾ കാര്യവും സ്വാഭാവികമായി തന്നെ സംഭവിക്കാതിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ നാം ദേഷ്യത്തിലാവുന്ന അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുന്ന സന്ദർഭങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചതുപോലെ മറ്റുള്ളവർ ചെയ്യാതിരിക്കുക, നമ്മൾ ആഗ്രഹിച്ചതുപോലെ മറ്റുള്ളവർ നമ്മളോട് പെരുമാറാതെ ഇരിക്കുക, സാഹചര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ അല്ലാതിരിക്കുക തുടങ്ങിയ സന്ദർഭങ്ങളാണ് നമ്മളിൽ ദേഷ്യം ഉണർത്തുന്നത്. അതായത് നമ്മൾ എന്ന വ്യക്തിയുടെ ചിന്തകൾക്കോ അഭിമാനത്തിനോ മറ്റുള്ളവർ നമ്മൾ ആഗ്രഹിച്ച അംഗീകാരം തരാതിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും, സങ്കടം വരും, പ്രതികാരം ചെയ്യാൻ തോന്നും. അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷവും സന്തുലിതാവസ്ഥയും നഷ്ടപ്പെടും. ഒന്നോർത്താൽ, സാഹചര്യങ്ങളോ മറ്റുള്ളവരോ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതിൽ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ സ്വയം മണ്ടന്മാരാവുകയാണ്. കാരണം ചിന്തിച്ചു നോക്കിയാൽ ജീവിതത്തിൽ നമ്മൾ സ്വയം തന്നെ നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് പ്രവർത്തിക്കാറില്ല. അടുത്ത ദിവസം നേരത്തെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യണം എന്നുറപ്പിച്ച് കിടന്നുറങ്ങുന്ന നമ്മൾ രാവിലെ ഉറക്കത്തിൻ്റെ സുഖം കൊണ്ട് അവിടെ തന്നെ കിടക്കുന്നു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചെയ്യാതിരിക്കുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ടാവുകയും നമ്മൾ കഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ടും നമ്മൾ ഒരു നാണവുമില്ലാതെ മറ്റുള്ളവർ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ അതിന് എന്താണ് പ്രസക്തിയുള്ളത്? അങ്ങനെ നോക്കുമ്പോൾ ഈ ദേഷ്യത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യം മറ്റുള്ളവരും സാഹചര്യങ്ങളും നമ്മൾക്കനുകൂലമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാതിരിക്കുക എന്നതാണ്. നമ്മുടെ മാത്രം ആഗ്രഹങ്ങൾ നടത്തിക്കൊണ്ട് ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇതെല്ലാം എനിക്കറിയാം, വേറെ എന്തെങ്കിലും എളുപ്പമാർഗമുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരോട് പറയാൻ ഒരു കാര്യം മാത്രമേയുള്ളൂ: ജീവിതത്തിലൊന്നും എളുപ്പത്തിൽ നേടിയെടുക്കാം എന്ന് കരുതരുത്. ഏതൊരു നേട്ടത്തിൻ്റെ പിറകിലും എന്തെങ്കിലും കഷ്ടപ്പാടിൻ്റെയോ നഷ്ടപ്പെടലുകളുടെയോ ഒക്കെ കഥ എല്ലാവർക്കും പറയാനുണ്ടാകും. ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ കുട്ടികളുടെയോ ഒക്കെ അടുത്ത് ഞാൻ പറഞ്ഞത് ശരിയാണ്, അതുപോലെ തന്നെ നടക്കണം എന്ന പിടിവാശി ഒന്ന് വിട്ടുകൊടുത്താൽ പലപ്പോഴും ചുറ്റുപാടുകൾ ഒന്ന് ശാന്തമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ വ്യക്തിയും അവരവരുടെ സ്വഭാവ സവിശേഷതകളുമായി ജനിക്കുന്നവരാണ്. ഒരു പരിധി കഴിഞ്ഞാൽ അവർ അങ്ങനെയാണ് എന്ന് അംഗീകരിച്ച് സ്വീകരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ദേഷ്യത്തിൻ്റെ അളവും സാവധാനം കുറഞ്ഞു തുടങ്ങും.